ഇവർക്ക് സിറ്റുവേഷൻ അറിയത്തില്ലെന്ന് പറഞ്ഞോളൂ ചന്ദ്ര. സിറ്റുവേഷൻ പറഞ്ഞു ഇങ്ങോട്ടാ. പഠിക്കും പോണ ഗ്യാങ് ഇട്ട് വല്ല സിറ്റിസൺ ആയിട്ട് കളിക്കാൻ നോക്കണ. അതായിരിക്കും നിന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. പണിക്ക് പോകാൻ നോക്കണം. അത് നിന്നെ കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ. എടാ സെബന്റെ ഒരു സിറ്റുവേഷൻ നിനക്ക് അറിഞ്ഞു തുടങ്ങി സെബന്റെ തോടാ. അടിക്ക് പുറത്തോന്നൊക്കെ പറഞ്ഞില്ല സെബനോടാ നിന്റെ ആ നട്ടല്ലാത്ത പട്ടിയാണ് പറഞ്ഞത്. അവനങ്ങ് ഉരയ്ക്കണം, അങ്ങോട്ട് ഇറങ്ങി വരാൻ പറടാ. പോയി പറഞ്ഞിട്ടോടാ, ഉരയ്ക്കാൻ പറഞ്ഞിട്ടോടാ. ഇറക്കി ഇറങ്ങി വരാ. എന്താ പട്ടി കേട്ടില്ല. പേടിയാണോടാ മോനെ, പേടിയാണെങ്കിൽ അവിടെ ഇരുന്നോടാ, അതിന്റെ തിരുന്നോടാ. നീ അതിന്റെ തിരുന്നോടാ, നിന്നെ കൊണ്ട് അതേ പറ്റോടാ. നീ അതിന്റെ തിരുന്നോടാ, നീ നിന്റെ ഈ കൊട്ടാരത്തിന്റെ തിരുന്നോടാ ഷൊട്ടെ. അയ്യേ പട്ടണ പടിക്ക് ഒക്കെ പോണാ. പട്ടണ പടി നമുക്ക് മറ്റേ മല കയറിയില്ല, മറ്റേ CM അടിച്ച് അടിച്ച് അവന്മാരും തൊലയ്ക്കുന്നു. അവന്മാരെ അടിച്ച് തൊലയ്ക്കുന്നു. സെബാന്റെ അണ്ടി എവിടെ ഒന്ന് പിങ്ങട്ടെ. നമ്മൾ എത്ര ഉള്ളടാ? നമ്മള് സ്നൈപ്പറാ. സെബാന്റെ അടുത്ത് വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴേ അപ്പൊ ഇതൊരു ഇത് നമ്മുടെ വണ്ടി എടുക്കണ സീനാ. അപ്പൊ നമ്മള് പറഞ്ഞ് നിന്റെ ഗ്യാങ് വണ്ടി വേണമെങ്കിൽ നീ ഒരു 1 ബ്ലാക്ക് എന്നിട്ട് എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. എന്നിട്ട് ലേക്കാൻ വരുന്നില്ല. അന്നേരം നമ്മളിലേക്ക് അവസാനം പറഞ്ഞ് എടാ നീ വണ്ടി എടുത്തോണ്ട് പോ, നമുക്ക് പൈസ വേണ്ട, വണ്ടി എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. വണ്ടി എടുത്തോണ്ട് പോകാൻ പറഞ്ഞപ്പോ അവന്മാര് ഒരു ജാഥയായിട്ട് പറഞ്ഞു അവന്മാരങ്ങ്. എന്നിട്ട് കോണ സെബൂട്ടന് പിന്നെ വേറെ കുറെ ചാവാലി പട്ടികൾ അവന്മാർ ആരെന്ന് അറിഞ്ഞൂടാ. ആരെന്ന് അറിഞ്ഞൂടാ. എന്താ കേട്ടില്ല? ആശിന്റെ ആശും ബ്രൂട്ടലും രണ്ടുപേരുണ്ട് ഗ്യാങ്ങില്. സൂപ്പർ വണ്ടി ഉണ്ടോ? അവരുടെ ഗ്യാങ് വണ്ടി അത് ഗ്യാങ് ഹൗസിൽ കൊണ്ടിട്ട് അടിപൊളി. പ്രശ്നങ്ങളാ സെബൂട്ടൻ വരത്തില്ല. ഇറങ്ങി വാടാ വരാതി, ഇറങ്ങുന്നേ. ഹലോ റേഡിയോ. ഹലോ എടാ അല്ല ആരേലും EMS വിളിച്ചായിരുന്നാടാ? EMS ദൈവത്തിന് വിളിച്ചായിരുന്നാ? അവരെ നമ്മുടെ ഇവിടെ മലയില് ഇതെന്താണ്? ഇതിപ്പോ സിറ്റുവേഷൻ ട്രിഗർ ആയിപ്പോ അവര് 12 പേരെന്തുണ്ടായിരുന്നുള്ള. ഇതിപ്പോ അവന്മാര് ആൾക്കാര് കേറിക്കൊണ്ടിരിക്കുക, മനസ്സിലായ കണ്ടികള്. എത്ര പേരാടാ ഇപ്പൊ അമ്മര്? അവര് 22 പേര്.
അവര് എത്ര 12-13 പേര് ഉണ്ടായിരുന്നുള്ളൂ നമ്മള് ഗ്യാങ് ഹൗസിൽ ഇറങ്ങുമ്പോ. എടാ അമ്മ അതിനല്ലടാ ഇവിടെ നിക്കണേ. ഈ വാനേട്ടി നമ്മള് 16 അമ്മര് 17. പിന്നെ അന്ന് 7 പേരെ വെച്ചിട്ട് മറ്റേ നമ്മുടെ വണ്ടി അവന്മാരുടെ കയ്യിൽ വല്ലതും ഉണ്ടോ ഇവിടെ? അതൊക്കെ അവരുടെ കയ്യിൽ നമ്മുടെ വണ്ടി വന്നേ. അത് അവിടെ നിന്ന് എടുത്തത് മറ്റേ ചന്ദന കടയിൽ വെച്ച് അമ്മരുടെ വണ്ടി നമ്മുടെ കയ്യിലുണ്ട്. ആണോ? നമുക്ക് അത് ഉപയോഗിക്കുന്ന മണ്ടത്തരാ, തിരിച്ച് മനസ്സിലാകത്തില്ല. അല്ല അമ്മ വണ്ടി കൊണ്ട് ഗ്യാങ് ഹൗസിലിട്ട് നമ്മ വണ്ടി എടുത്തിട്ടോടാ. അതാര അമ്മ വണ്ടി ഓടിക്കണ്ട ഇനി. ആ ഗ്യാങ് ഹൗസിലിട്ട് നമ്മ വണ്ടി എടുത്തിട്ടാ. സിറ്റുവേഷൻ ഉണ്ടെന്ന് എടുക്കാൻ പറഞ്ഞേ. അപ്പൊ ഇതാവന്മാരെ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കട്ടെ. സത്യം അപ്പൊ ഇതെന്താണ് ഒന്നിക്ക് എന്താണ് ഇതുമാതിരി? ഈ ഗ്യാങ് ബ്രീച്ച് എന്നൊക്കെ പറഞ്ഞ സാധനം പറഞ്ഞല്ലേ, ഇടിച്ചു കുത്തി അടിച്ച് പണ്ട് വിടായിരുന്നു. ഇങ്ങനൊന്നും ഇരിക്കാൻ എന്തൊരു മറ്റേ കേറി പെട്ടെന്നായി കുറച്ചേരായി 15 മിനിറ്റ് സംസാരിക്കാനാ അവരോട്. എനിക്കാണെങ്കിൽ കുറച്ച് പറഞ്ഞ ഞാൻ ഇവിടെന്ന് വൈപ്പേട്ടാ പാപ്പാമാരെ എല്ലാരും പിടിച്ച് ഞാൻ പുറത്തുനിന്ന് എനിക്ക് ഞാൻ അടിക്കും. ഡ്രോപ്പ് അടിക്കുന്നുണ്ടോ? മറ്റേ അഡ്മിൻ സരാസരി എത്ര നേരമാടാ? കുറെ നേരെ അഡ്മിൻ സംസാരിച്ചോണ്ട് ഇപ്പൊ അതിനകത്ത് നിന്ന് എനിക്കറിയാം എന്താ സംസാരിക്കുന്നത്. സിറ്റുവേഷൻ ആയിക്കഴിഞ്ഞാൽ ഇത്രയും സംസാരിക്കണം എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അഡ്മിൻ അനൗൺസ്മെന്റ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അറൗണ്ട് 5 മിനിറ്റ്, അതായത് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അഡ്മിൻ അനൗൺസ്മെന്റ് ഇടുന്നത്. അവർ 5 മിനിറ്റ് ആണ് ഗ്രേസ് പീരീഡ് കൊടുക്കുന്നത്. അതിനുള്ളിൽ ഇറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ഗ്യാങ് സസ്പെൻഷൻ എന്തോ ആണെന്ന് തോന്നുന്നു. അല്ലെന്നുണ്ടെങ്കിൽ സേഫ് സോൺ ലിഫ്റ്റ് ആവോ എന്തോ സംഭവം. നമുക്ക് ഇപ്പൊ അടിക്കാലോ. ഇതിപ്പോ എന്തൊരു 15 മിനിറ്റും 5 മിനിറ്റ് ഗ്രേസ് പീരീഡും കഴിഞ്ഞു പറ അവരുടെ അടുക്ക്. ആ വെള്ളയെന്ന് മാറി ഒരുത്തർ ഇറങ്ങിയിട്ടുണ്ട്, അടിച്ചോ മനസ്സിലായോ? ഒരുത്തരും ഞാൻ എല്ലാരും റെഡി ആയിട്ട് നിന്നോ. അവന്മാരെ വെള്ളയെന്ന് മാറി റോഡിലോട്ട് ഇറങ്ങി അടിച്ചേ. പക്ഷെ ഒരിക്കലും അവരുടെ ഗ്യാങ് ഹൗസിന്റെ അകത്തോട്ട് അടിക്കരുത്. കുത്തുവാണെങ്കിലേ എടാ, അങ്ങനെ കുത്തുവാണെങ്കിൽ മരയുടെ മണ്ടയ്ക്ക് കുത്തുള്ളൂ. അവന്മാരുടെ അടുത്തന്നെ ബഗ്ഗായി, അതാണ് അവന്മാർ ഇവിടെ വന്നത്. മനസ്സിലായോ? റോഡിലാണ് നിൽക്കുന്നേ. റോഡ് ഇറങ്ങുന്നവരെ മാത്രം ഫയർ ചെയ്യും. അവരുടെ ഗ്യാങ് ഹൗസിന്റെ അകത്തോട്ട് ഫയർ ചെയ്യരുത്. മനസ്സിലായോ? അടി അവനെ തൂക്ക് അവന്റെ ബോഡി എടു. എല്ലാത്തിനും പണ്ണ് അകത്തോട്ട് ഫയർ ചെയ്യരുത്. ആ റോഡിൽ ഇറങ്ങുവാണെങ്കിൽ അടിച്ചു മലത്തവരൊക്കെ. അവന്റെ റെഡി ആയിരുന്നോ? നമ്മള് ബോഡി എടുക്കാൻ പോകുമ്പോഴത്തേക്ക് അമ്മ ഫയർ വരും. ഇതാക്കല്ലേ ബോഡി എടുത്ത നമ്മളാളുടെ ബോഡി എടുത്താ
ബോഡി എടുത്തോടാ നീ പേടിക്കണ്ട. ബോഡി ഇടറാ, റാഗ് എടുത്തോടാ, ബോഡി ഇടറാ. എടാ നീ വണ്ടിക്കകത്തുണ്ടല്ലോ നീ വണ്ടിക്കകത്തുണ്ടല്ലോ ഇവിടെ ഇവിടെ കേറ്, വണ്ടി കേറ്. ഓക്കേ, നമ്മുടെ എല്ലാ ബോഡിയെല്ലാം എടുത്തില്ലേ? കേറി 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 മന്ദാരം കേറി അതിൽ വണ്ടി കയറി അതിൽ വണ്ടി കയറി ഗ്യാങ്സിലോട്ട് വരാൻ പറ, നമ്മുടെ ഗ്യാങ്സിലോട്ട് വരാൻ പറ. ഗ്യാങ്സിലോട് കേറി 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 മന്ദാരം എല്ലാരും ലീവ് ചെയ്യല്ലേ? എല്ലാരും ഇറങ്ങിയല്ല? വാ തിരിച്ചോ ഗ്യാങ്സിലോട്ട് വാ നീ എല്ലാം പോ. ടി വി നൈസല്ലോ അവന്മാർ അവന്റെ കുഞ്ഞമ്മയുടെ കോത്തിക്കറി ഇത്ര നേരം ഇരുന്നിട്ട് അവന്മാർ കുണക്കനായിരുന്നു. എടാ നമ്മുടെ ഒരു വണ്ടി അവരെ ഗ്യാങ് ഹൗസിൽ ഫ്രണ്ടിൽ എടുക്കുന്നുണ്ട്. അത് ആരാ അവിടെ കൊണ്ടിട്ട് അടുത്ത് പുഴുങ്ങി കൂതി സോറി 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 ഫോർ ദ ബാഡ് വണ്ടിയില്ല. സോറി കയറി നിർത്തിയായിരുന്നല്ലേ. നമുക്ക് നമ്മുടെ ഗ്യാങ്സ് പോയി, നമുക്ക് ഓസ്ട്രേലിയ വാ. ഇത് ഇനിഷ്യൽ സിറ്റുവേഷൻ അല്ലടാ. ഇത് ഇനിഷ്യൽ അത്രേ ഉള്ളു വാ. ഒരു EMS-നെ വിളിക്കണം. ഒരു EMS-നെ വിളിച്ചിട്ട് പൊക്കിപ്പിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും തന്നെ ഒന്ന് കൊന്നാ മതി. EMS വന്നോളൂ. ആ കൂട്ടത്തിൽ ഇവനെ പൊക്കിപ്പിച്ചിട്ട് ഹോസ്റ്റലാക്കിയിട്ട് ബാക്കി സംസാരിക്കാം. നമ്മുടെ ഉള്ളിൽ നിന്ന് കൊല്ലല്ലേ, ഗ്യാങ്സിന് പുറത്തുനിന്ന് കൊല്ലേ. എടാ നമ്മളെ പിള്ളേർ രണ്ടുപേരും ഡൗൺ ആയില്ലേ? ഒരാളെ രണ്ടുപേരും എടുത്തില്ല, ആരും വിട്ടിട്ട് നമ്മുടെ ആളെ മസ്റ്റ് ആയിട്ട് എടുക്കണേ. ആരെങ്കിലും വണ്ടി സേവ് ചെയ്യോ? ഇനി അവന്ന് അടിക്കട്ടെ ഇനി അവരാ വണ്ടി ഒന്ന് സേവ് ചെയ്യടാ ഇവിടുന്ന് ആരെങ്കിലും. ആവശ്യമില്ലാത്ത വണ്ടികളെല്ലാം സേവ് ചെയ്യുക, ഇതാക്കുക. ഒരു വണ്ടി പോയി ഫ്യൂല് ചെയ്ത് റിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് കുളത്തിക്കടാ ഫ്യൂല് കളയണ്ടല്ലോ കേട്ടോ. ഇവിടെ നിന്ന് കത്തല്ലേ കൂടുതൽ വണ്ടി എടാ EMS വന്നായിരുന്നോ? ഞാൻ വിളിക്കണോ? ഒരു EMS വിളിച്ചെന്തരാ നമ്മുടെ കൂട്ടത്തിലുള്ളവരും ഇല്ല ഇവിടെ. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരുത്തരെ കൊന്നാലും മതി. മന്ദാരം തലസാണോ മന്ദാരം തലസാണോ? തലസിലാർത്ത വന്നേ ഒന്ന് തലയിറങ്ങിയാണ് EMS വരാൻ വേണ്ടിട്ട്. തലസല്ലാത്ത ഒരാള് പോവേ ചന്ദ്രനെ അടിച്ചു അല്ലേ? EMS വരുമല്ലേ? ഒരാള് ചെല്ലുവോ? ഫ്രണ്ടിലോട്ട് ഇവിടെ എന്റെ മാർക്കില്ല. എവിടെ അവിടെ ആരും കൊല്ലണ്ട. അത് EMS വലിക്കും. ഗ്യാങ്സിന് അകത്ത് അടിച്ചിട്ട് എടാ നീ തലസം അടിച്ചോ. പോട്ടെ, പവർ വരട്ടെ. എത്ര വണ്ടി സേവ് ചെയ്യോ? ഈ വണ്ടിയൊക്കെ ഇങ്ങനെ വണ്ടി നമ്മുടെ വണ്ടിക്ക് ടയറേ ഇല്ല. നമുക്കെന്നെ പണി കിട്ടും. അവസാനം നമുക്കെന്നെ പണി കിട്ടും. വെയിറ്റ് വണ്ടിയിലെടുത്ത് ഇടാം. അതിലൊന്ന് ഹെൽപ്പ് ഇടാവുന്നു. DV അടിക്കാവുന്ന ഇവിടെ മൊത്തമായിട്ട് വണ്ടി സേവ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മാറോ? ഇത് മൊത്തം വണ്ടികളാണല്ലോ ഇത്. മാറിയില്ല ഓൾമോസ്റ്റ് വണ്ടി മാറിയില്ലേ? ചന്ദ്ര ബോർഡ് റെഡി ആയിട്ടുണ്ടേ. ഓൾറെഡി ഓക്കെ ഹലോ കുറിപ്പ് ബോഡി എന്താ നിനക്ക് കഴിക്കണം? നിനക്ക് അങ്ങ് ഇറങ്ങി വരാൻ. നീ ആര്? നീ ഗിണ്ടിയാണോ? MG3 ഫുള്ള് വണ്ടി ഉണ്ട് പുറത്ത്. അവര് കണ്ണെടുത്തേ വെയിറ്റ് മിക്കവാറും അകത്ത് അകത്തോട്ട് കയറുന്ന കാണണം. അകത്തോട്ട് നമുക്കറിയാത്ത കാര്യം നല്ല അമ്മമാർക്കറിയാൻ തോന്നുന്നുണ്ടോ? അമ്മ എവിടെ കയറി അടിച്ചത്? ആരെ ഗ്യാമസ് കയറി തെളിഞ്ഞാൽ നോക്കണമല്ലോ നമുക്ക്. ഗ്യാമസിനോട് മേളില് ഹൈഗ്രൗണ്ട് ഓടി. അപ്പൊ ഫ്രണ്ട് വിട്ട് കൊടുക്കണ്ടാ.
ഫ്രണ്ട് വിട്ട് കൊടുക്കില്ല, ഫ്രണ്ട് വിട്ട് കൊടുക്കില്ല. എഫ് ഐ അടിച്ചേ. ഓക്കെ 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 ഓക്കെ. ഒരുത്തം പോയി ഒരുത്തം പോയി ഒരുത്തം പോയി ഒരുത്തം പോയി. അടുത്ത നെക്സ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ്. വണ്ടി അകത്ത് കയറിയാ മറ പണ്ട് 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 വന്നോ അടി 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 എന്നത്തെ അടി എന്നത്തെ അടി കേറങ്ങില്ല. നൈസ് നൈസ് നൈസ്. അവന്റെ തന്തയുടെ വിട്ട് കളിച്ചാണ്, തന്തയുടെ വിട്ട് പാറട്ട. ഒട്ടകത്തുണ്ടെന്ന് അടിച്ചറ അടിച്ചറ അപ്പൊ അടിച്ചറ അടിച്ചറ അടിച്ചറിന ആ ചെറിയ അടുത്തുള്ള അവനടിച്ചു 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 അവനടിച്ചു. ഞാനൊരു കാര്യം പറയാവേ, ഇവന്മാരെല്ലാം കിക്കാണ് ശ്രദ്ധിച്ചോ. ഒരുത്തരം മനുഷ്യനെ അടിക്കണ്ട, അകത്ത് കയറിയന്മാരെ മാത്രം അടിച്ചാൽ മതി, മനസ്സിലായോ? അകത്ത് മാത്രം അടിച്ചാൽ മതി. അവരങ്ങട് ഇങ്ങട് വലിച്ചേട് വലിച്ചേട് വലിച്ചേടാ അവനെ വരാതീനെങ്കിൽ വിളി. തീട്ട തലേ കൂടെ തീട്ട വീടാമാര് പാവന്മാര്. അവന്റെ അച്ഛന്റെ വീട്ടിൽ വരുമ്പോൾ വന്നേക്കണം അവൻ അങ്ങ് അങ്ങ് ഓലത്താന്ന് വിചാരിച്ച്. ഇങ്ങനെ കേറിയ എന്തൊരു വണ്ടത്തിലല്ലേ? ഓ വലിയ ഇതിനെക്കാട്ടിലും അന്ത തടവ നമ്മളടിച്ചു അവന്മാരെ വീട്ടിൽ കയറി. ഇവിടെ ഒരുപാട് വഴികളുള്ളപ്പോ എളുപ്പമാണ് തീർച്ചയായും. എടാ ഈ ഡ്രോ നമ്മള് ബോധന ചെയ്യണ്ട, അകത്ത് കയറുന്നവരെ മാത്രം തല്ലി വിട്ടാ മതി. ഒന്നുമില്ലായിരുന്നു ഭാവത്തിന് പുറത്തുനിന്ന് അടിച്ചതിന്. അനൗൺസ്മെന്റ് എന്താ? ഒരുത്തൻ നമ്മുടെ ഗ്യാങ്സിന്റെ അകത്ത് എവിടെ കിടപ്പുണ്ട്, അവന്റെ ബോഡിക്ക് തൂക്കി. അനൗൺസ്മെന്റ് ഇട്ട് നമ്മള് ടെമ്പററി സസ്പെൻഡ് ആയി. നമ്മളും MG3 അങ്ങനെ എന്തെല്ലാം ഉണ്ട്. നമ്മളല്ലല്ലോ അനൗൺസ്മെന്റ് അങ്ങനെ എന്തല്ലേ. വെയിറ്റ് വെയിറ്റ് ഞാൻ നോക്കട്ടെ. ആ കുഴപ്പമില്ല, നമ്മൾ അവരെ ഞാൻ ഇത്ര ചോദിക്കുന്നുള്ളൂ. നമ്മൾ ഫയർ ചെയ്തില്ലല്ലോ, നമ്മളാരും ഫയർ ചെയ്തില്ലല്ലോ. ആ ഓക്കെ, അത്ര മതി. ആ POV ക്ലിയർ ചെയ്താൽ നമ്മുടെ സസ്പെൻഷൻ ലിഫ്റ്റ് ആവും, മനസ്സിലായോ? നമ്മളാരും ഫയർ ചെയ്തില്ലല്ലോ, ഗ്യാസോട്ട് ഫയർ ചെയ്തില്ലല്ലോ. ബാക്കിയില്ലാത്തവരെ നമുക്ക് പുറത്തു പോയി തല്ലിയായിരുന്നെങ്കിൽ കൊള്ളാം. അല്ല ഒന്ന് രണ്ട് പേരെന്തോ ഉണ്ടോ? ഒരു മിനിറ്റ്, ഈ കണ്ടി ഏതാ നോക്കിയേ? ഇത് കിണ്ടിയാണോ കണ്ടിയാണോ? ഇത് വേറെ ഏതോ കണ്ടി. ഇത് കണ്ടിയല്ലേ? എടാ MG3 കണ്ടി. ഇവിടെ ഡെഡ് കാരി ഹോസ്റ്റേജ് ഇല്ല, നിങ്ങൾ ചെയ്തത് ഡെഡ് കാരി ഹോസ്റ്റേജ് ആണ്. നമുക്ക് എന്താണ് സസ്പെൻഷൻ? എന്തിനാണ് ഫയറിങ്ങിന്? ആര് ഫയർ ചെയ്തു? ഇവിടുന്ന് ഫയർ ചെയ്തു പ്ലേസിനെ. ഇവിടെ ഫ്രം ആൻഡ് ടു ദ ഗാങ് ഹൗസ് ഫയർ. ഞങ്ങളുടെ ഗ്യാങ് ഹൗസിന്റെ അകത്തോട്ട് നമ്മൾ ഫയർ ചെയ്തു. നമ്മൾ വെളിയിലോട്ട് ഫയർ ചെയ്തിട്ടില്ല. വെളിയിൽ അവിടെ ഫയർ ചെയ്ത് കാണിച്ചു തരാമോ? ഗ്യാങ് ഹൗസിന്റെ അകത്തുനിന്ന് നമ്മൾ വെളിയിലോട്ട് ഫയർ ചെയ്തിട്ടില്ല. ടെമ്പററി ആണ്, സംസാരിച്ചിട്ട് മാറ്റും. ടെമ്പററി ആണ്, ടെമ്പററി അല്ല നിങ്ങൾ അങ്ങനെ നമ്മൾ റൂൾ ഫോളോ ചെയ്തില്ലെന്ന് ആയിപ്പോത്തില്ല. അത് അതാണ് ശരിയാണ്. അതാ പറഞ്ഞ ടെമ്പററി ആണ്, ടെമ്പററി ആണ്, ടെമ്പററി ആണ്. കാണിച്ചു തരാം. ഈ ഡെഡ് ഹോസ്റ്റേജ് ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കി? ഡെഡ് ഹോസ്റ്റേജ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോയമാര് ഒന്ന് തല്ലി, മനസ്സിലായി? എല്ലാരും ഇവിടെ നിൽക്കും. അപ്പൊ കേട്ടില്ല, അപ്പൊ സൗണ്ട് മ്യൂട്ടായിരുന്നു. ഒന്നും പറഞ്ഞു ഫയറിംഗ് വരുമ്പോഴത്തേക്ക്